നീ എന്തിനാ പെട്ടെന്ന് ഇറങ്ങിപ്പോന്നത്? ഒന്നുകൂടി സാവധാനത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവന് ബോധ്യപ്പെട്ടനെ. എങ്ങനെ പറഞ്ഞാലും ഇതൊക്കെ തന്നെ സംഭവിക്കും. അയാൾ പറയുന്നതിന് കാര്യമില്ലേ? ഇതൊക്കെ പറഞ്ഞ ഏതെങ്കിലും കോടതി വിശ്വസിക്കൂ? ഇനിയിപ്പോ വിശ്വസിപ്പിക്കണമെങ്കിൽ ഒറ്റ മാർഗേ ഉള്ളൂ. എന്താ? നിന്റെ ഈ ഹൃദയം എടുത്ത് ഏതെങ്കിലും ജഡ്ജിക്ക് വെച്ചിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ നീ അയാളെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം തിരിച്ചെടുത്ത് വെക്കും. നിനക്ക് തമാശ. എന്റെ അവസ്ഥ നീ മനസ്സിലാക്കാത്തത് ബാലകൃഷ്ണൻ. നീ ഒന്ന് മനസ്സിലാക്കണം, നീ വെറും ഒരു പ്രേതമാണ്. ചുമ്മാ വെള്ള ഷർട്ടും പാന്റും ഇട്ട് ഇങ്ങനെ നടന്നാ പോരാ, മനുഷ്യന്മാര് നിന്നെ കാണണം. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല, നിന്നെ കൊന്നത് നീ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു പബ്ലിക് സ്ഥലമായിരുന്നെങ്കിൽ കുറച്ചുകൂടി രക്ഷയുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യണം? താൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാ, നിങ്ങൾ ഈ പ്രേതങ്ങളുടെ രീതിയൊന്നും എനിക്കറിഞ്ഞൂടാ. നിങ്ങളുടെ കൂട്ടത്തിലും വിവരമുള്ള ആൾക്കാരൊക്കെ ഇല്ലേ? വലിയ വലിയ മഹാമാരൊക്കെ മരിച്ചു പോയിട്ടുണ്ടല്ലോ. അവരോട് ചോദിച്ചാൽ എന്താന്ന് വെച്ചാ ചെയ്യ്. ഇന്നും ബസ് ലേറ്റ് ആവോ? റെക്കോർഡ് സബ്മിറ്റ് ചെയ്യേണ്ടതല്ലേ? നിന്റെ തീരുമാനം എന്താ? പിണങ്ങിയോ? പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല. നിന്റെ ദുഃഖം എന്റെയും കൂടി ദുഃഖമല്ലേ? സത്യം പറഞ്ഞ ഈ ജീവിതകാലം മുഴുവൻ നിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല. നീ വിഷമിക്കാതിരി, എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. ഒന്ന് ചിരിച്ചേ, സ്മൈൽ. ഏതായാലും ഇവിടെ നിൽക്കണ്ട, വീട്ടോട്ട് പോകാം. ആരുടെ വീട്ടിലേക്കാണ് പറഞ്ഞത്? അനാവശ്യം പറയുന്നോ? ഞാൻ കുട്ടിയോടല്ല സംസാരിച്ചത്. പിന്നെ വേഷം കെട്ട് കയ്യിലിരിക്കട്ടെ. തന്നെ പോലുള്ള ആൾക്കാരെ ദിവസം ഞങ്ങൾ കാണുന്നതാ. കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ അത്രക്കാരനല്ല. നീ എത്രക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി. 8 o'clock മുതൽ 8:30 വരെ ജോസ് ജംഗ്ഷൻ, 8:35 മുതൽ 9 o'clock വരെ മേനക, 9 o'clock മുതൽ 9:30 വരെ വിമൻസ് കോളേജ്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നീ കൃത്യമായി അറ്റൻഡ് ചെയ്യാറുണ്ടെന്നും സ്ത്രീകളെ ശല്യപ്പെടുത്താറുണ്ടെന്നും എനിക്കറിയാം. നീയാണല്ലടാ ഈ സ്ഥലത്തെ മെയിൻ പൂവാലൻ? അയ്യോ സാർ, ഞാൻ ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ബലം പ്രയോഗിക്കുന്നു. അത് കുഴപ്പക്കാരനാണ്. ഇപ്പൊ താൻ കൂടെ നടക്കുന്നതിന്റെ പ്രശ്നം മനസ്സിലായല്ലോ. എന്താ? അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് സാറേ. കുട്ടികൾക്ക് ഇനി ഏത് പാതിരാത്രിയിലും ഇവിടെ ബസ് കാത്തു നിൽക്കാം. പഴയ എസ് ഐ അല്ല, ഈ പുതിയ എസ് ഐ. ഈ സിറ്റി ഒന്ന് പിടിച്ച് കുലുക്കാൻ തന്നെയാണ് ഞാൻ വന്നത്. കള്ളക്കടത്തുകാരെ ഞാൻ വില വെക്കാറില്ല. രാഷ്ട്രീയക്കാരെ, റൌഡികളെ ഞാൻ തീരെ മൈൻഡ് ചെയ്യാറില്ല. അതുകൊണ്ടെന്താ 3 മാസത്തിനുള്ളിൽ ഇതെന്റെ 4ാമത്തെ ട്രാൻസ്ഫർ ആണ്. വെയിറ്റ് ചെയ്യട്ടെ. പെട്ടെന്നുള്ള ഈ ട്രാൻസ്ഫർ ആദ്യമൊക്കെ എനിക്കൊരു ടെൻഷനായിരുന്നു. ഇപ്പൊ ട്രാൻസ്ഫർ എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് ചിരിയാണ് വരാറ്. അഭിമാനവും. മുഖം നോക്കാതെ ഡ്യൂട്ടി ചെയ്യുന്നവരെയാണല്ലോ രാഷ്ട്രീയക്കാർ എപ്പോഴെപ്പോഴും ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആട്ടെ, കുട്ടിയുടെ പേരെന്താണ്? സിന്ധു. എത്ര മണിക്കാണ് സിന്ധുവിന്റെ ബസ് വരുന്നത്? 9:35. അതറിയാമെങ്കിൽ 9 മണി മുതൽ ഇവിടെ ഇങ്ങനെ ഉടുത്തുരിങ്ങി നിൽക്കുന്നതിന്? ഇതുപോലുള്ള ആന്റി സോഷ്യൽ എലിമെന്റ്സിനെ അട്രാക്ട് ചെയ്യുന്നത് നിങ്ങളാണ്. നാളെ മുതൽ 9:35 മുമ്പ് നിങ്ങളെ ഇവിടെ കണ്ടാൽ ഞാൻ നിങ്ങളെയും പിടിച്ചകത്താക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. ഡ്രൈവർ, ഇന്നാ വിളി. മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, MLA ആരെയാണെന്ന് വെച്ചാ വിളിക്ക്. അവരെന്നെ വിളിച്ചിട്ട് വേണം നിന്നെ വിടാൻ പറ്റില്ല എന്ന് എനിക്ക് അവരോട് പറയാൻ. എന്നിട്ട് വേണം അതിന്റെ പ്രത്യാഘാതങ്ങൾ എനിക്ക് നേരിടാൻ. സർ, ഇവരാരെയും എനിക്ക് പരിചയമില്ല. പരിചയമില്ലേ? പിന്നെ എന്ത് ധൈര്യത്തിലാടാ നീ പെമ്പിള്ളേരെ കമന്റ് അടിക്കാൻ പോയത്? സാർ എന്നെ വിശ്വസിക്കണം, ഞാൻ കമന്റ് അടിച്ചിട്ടില്ല. അറിയാം, എല്ലാം എനിക്കറിയാം. നഗരത്തിലെ ലേഡീസ് ഹോസ്റ്റലുകളിൽ നിരന്തരമായി ഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്നത് നീയല്ലടാ. അയ്യോ സാർ, കഴിഞ്ഞ ബുധനാഴ്ച മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ പോയ പാവപ്പെട്ട ഒരു വീട്ടമ്മയുടെ ചന്തിക്കിട്ട് തോണ്ടിയത് നീയല്ലടാ. അയ്യേ, ഞാനോ? അതെ, നീ തന്നെ. സാർ, ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഓഹോ, ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് ചെറ്റത്രവും കാണിക്കാമെന്നാണോ? സാർ, ഞാനൊരു ഹൃദ്രോഗിയാണ്. നീ ഒരു ഞരമ്പ് രോഗിയാണ്. എന്റെ ഹൃദയം മാറ്റിവെച്ചതാണ്. എവിടുന്ന് എവിടത്തേക്ക് മാറ്റിവെച്ചു? ആദ്യം നിന്റെ ഹൃദയം നിന്റെ തലക്കകത്തായിരുന്നോ? സാർ, യഥാർത്ഥത്തിലുള്ള സത്യം പറഞ്ഞ സാർ വിശ്വസിക്കില്ല. സാറെന്നല്ല ആരും വിശ്വസിക്കില്ല. താൻ പറഞ്ഞു നോക്ക്, വിശ്വസിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സാറ് കണ്ട പെൺകുട്ടികളടുത്ത് ഒരുത്തൻ നിൽപ്പുണ്ടായിരുന്നു. അതല്ലേ നീ? അതല്ല സാർ, എന്റെ അടുത്ത് വേറൊരുത്തൻ നിൽപ്പുണ്ടായിരുന്നു. അതല്ലേ ഞാൻ? സാർ, നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരുത്തൻ കൂടി ഉണ്ടായിരുന്നു. ആൻ ഇൻവിസിബിൾ മാൻ, അദർശ്യൻ, അരൂപൻ, ആത്മാവ്. ഞാൻ ആ ആത്മാവുമായിട്ട് സംസാരിക്കുകയായിരുന്നു. എന്താ നിന്റെ പേര്? ബാലകൃഷ്ണൻ. അപ്പൊ ബാലകൃഷ്ണൻ ആത്മാവുമായിട്ട് സംസാരിക്കാറുണ്ടല്ലേ? ഉണ്ട് സാർ. ഒരു തവണ സംസാരിച്ചാൽ എത്ര നേരം നീണ്ടുക്കുക സംസാരം? അങ്ങനെയൊന്നും ഇല്ല സാർ. അല്ല, ഇടതടവില്ലാതെ ഇങ്ങനെ സംസാരിച്ചിരിക്കുമോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ആട്ടെ, നിന്റെ ഈ ആത്മാവ് അനുസരണശീലമുള്ള ആത്മാവാണോ? അതെ. അപ്പൊ നീ എന്ത് പറഞ്ഞാലും ആത്മാവ് അനുസരിക്കും? അനുസരിക്കും. എടാ ബാലകൃഷ്ണ, കേരളത്തിന്റെ പല പല ഭാഗങ്ങളിൽ ആത്മാവ്, പ്രേതം എന്നൊക്കെ പറഞ്ഞ് ചാത്തനേറ് നടത്തലല്ലടാ നിന്റെ പരിപാടി. സാർ, ബാങ്ക് ഉദ്യോഗസ്ഥൻ, ഹൃദ്രോഗി, ഹൃദയം മാറ്റിവെച്ചവൻ, ആത്മാവുമായിട്ട് സംസാരിക്കുന്നവൻ, പറക്കും സ്വാമി, ഹടയോഗി, ഒലക്കയുടെ മൂട്, ഇങ്ങനെ പലതും പറഞ്ഞ് ഭ്രാന്തഭിനയിച്ചാൽ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്നുള്ള ബുദ്ധി ആരാടാ നിനക്ക് ഉപദേശിച്ചു തന്നത്?
വർഷങ്ങളായി തെളിയാതെ കിടക്കുന്ന പല കേസുകളും നിന്നെ വെച്ച് ഞാൻ തെളിയിക്കും. ബാലകൃഷ്ണ, പോലീസുകാർ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, കുറേശ്ശെ ബുദ്ധി വന്നു തുടങ്ങി. ഇടിച്ചകത്താക്കണോ ഇവനെ? സാർ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറുന്നു, ലോക്കപ്പിൽ കിടക്കുന്നു, അതും ഒരു പെണ്ണ് കേസിന്. ഞാനും ആദ്യമായിട്ടാ ലോക്കപ്പിൽ കയറുന്നു. ഒന്ന് പോടോ അവിടുന്ന്. തനിക്ക് തോന്നുമ്പോ അകത്ത് വരാം, തോന്നുമ്പോ പുറത്തു പോവാം. ഞാൻ എന്ത് ചെയ്യും? ബാലകൃഷ്ണ, ചിലപ്പോ ഇതൊരു വഴിത്തിരിവായി കൊടുന്നില്ല. ഞാനും നീയുമായിട്ടുള്ള ബന്ധത്തിന്റെ കഥ ഈ ഒരേ ഒരു മനുഷ്യനെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞ നമ്മൾ രക്ഷപ്പെട്ടു. തൽക്കാലം ഞാൻ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറയണോ? അത് തന്നെ ഞാനും ആലോചിക്കുന്നു. ഈ SIയെ നമുക്ക് പ്രയോജനപ്പെടുത്തണം. 2 into 3 is equal to 6. 6 divided by 3. നിങ്ങൾ ദിബുവിന് ആ കണക്കൊന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ദൂരപ്പോ, ശല്യം ചെയ്യാതെ ദൂരപ്പോ. ആ, അങ്ങനെ ഇപ്പൊ പോകുന്നില്ല. ഈ മുടിഞ്ഞ ട്രാൻസ്ഫർ കാരണം മാസം സ്കൂൾ മാറ്റി അവന്റെ പഠിത്തവും നിങ്ങൾ അവതാളത്തിലാക്കി. എന്നാ 4 അക്ഷരം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അതും ഇല്ല. നാൽക്കാലികളെ ആരും നീന്താൻ പഠിപ്പിക്കാറില്ല. തലച്ചോറുള്ള അച്ഛന്റെ മോനാവുമ്പോ എല്ലാവരും തനിയെ പഠിച്ചോളും. എന്റെ ഗീതയെ, നീ എനിക്ക് കുറച്ച് സ്വൈരം താ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ഇവിടെ. എന്നെക്കാളും മോനേക്കാളും വലിയ കാര്യം എന്തോന്നാ നിങ്ങൾക്ക്? യൂണിഫോം ഇട്ട് ലാത്തിയും വീശി തെക്കോടക്ക് നടക്കാന്നല്ലാതെ ഒരു വീട്ടിലേക്ക് വേണ്ട വല്ല സഹായം ദാമോട്ടം ചെയ്യുന്നുണ്ടോ? തുണി അലക്കാനും വീട് വൃത്തിയാക്കാനും അടുക്കളയിൽ കിടന്ന് തലകുത്തി മറിയാനും ഞാനൊരാൾ മാത്രം. എന്നാ നാളെ മുതൽ ഇൻസ്പെക്ടർ പണിയും അടുക്കളപ്പണിയും തുണിയലക്കലും ഒക്കെ ഞാൻ തന്നെ ചെയ്യാം. പറ്റിയാൽ നമ്മുടെ അടുത്ത കുഞ്ഞിനെ ഞാൻ പ്രസവിക്കുകയും ചെയ്യാം. കുറെ നേരം ഈ തപസ് തുടങ്ങിയിട്ട് എന്തോന്ന് കാണട്ടെ. ഭഗവാനെ, കവിത കുറച്ചു കാലായിട്ട് ഈ അസുഖം ഇല്ലായിരുന്നല്ലോ. നിക്കട്ടെ. ആകാശച്ചെരുവിലാരോ ഗുരുതിക്കിണ്ണം തട്ടിമറിച്ചു. കാലക്കെടുതിയിലേതോ ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി. വട്ട് ചിട്ടിക്കാരെ ശേഖരപ്പിള്ളയുടെ മോൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. പോലീസ് അസോസിയേഷൻ വാർഷികത്തിന് ഞാനിത് വായിക്കുമ്പോ കലാബോധമുള്ള ആളുകൾ കൈയടിക്കും. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആകാശച്ചെരുവിലാരോ ഗുരുതിക്കിണ്ണം തട്ടിമറിച്ചു. കാലക്കെടുതിയിലേതോ ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി. പൊട്ടിപ്പോയൊരു പട്ടച്ചരടും കിട്ടാപ്പൊന്നിൻ പത്തര മാറ്റും. മർത്യൻ തന്നെ വ്യർത്ഥതയോതും സർവം സഹയാം ഭൂമി ദേവിക്കിന്നും എന്നും ശരശയ്യ ശരശയ്യ ശരശയ്യ. പട്ടച്ചരട് എങ്ങനെയാച്ചാ പൊട്ടിപ്പോയത്? അത് നിന്റെ മുത്തച്ഛൻ ചിട്ടിക്കാരെ ശേഖരപ്പിള്ളയോട് ഞാൻ ചോദിക്കണം. അന്ന് ഓഗസ്റ്റ് 15 ചൊല്ലാൻ വേണ്ടി അച്ഛൻ മോന് വേറൊരു കവിത എഴുതി തന്ന ഓർമ്മയില്ലേ? അമ്മേ, അത് ചൊല്ലി തീർന്നതും ഹെഡ് മാസ്റ്റർ എന്നെ തല്ലി. ഒരുത്തനും തല്ലിയില്ല. തല്ലി അച്ഛാ. എന്തിനാ ഇങ്ങനെ പൊട്ട കവിത വലുത് പറ്റിയോ? സോറി താമോട്ട. നോക്കട്ടെ. ഭഗവാനെ, ചോര. നോക്കട്ടെ താമോട്ട, അവിടെ നിക്ക് താമോട്ട, നോക്കട്ടെ. തലയ്ക്കും തോറ്റി സാർ. CBI-ക്കാരെ വെട്ടിച്ച് കടക്കാൻ ശ്രമിച്ച ഒരു പിടികിട്ടാ പുള്ളിയെ പിടിച്ചു. ഒരു സംഘടന വേണ്ടി വന്നു. പുള്ളിയെ തിരിച്ചേൽപ്പിച്ചപ്പോ CBI-ക്കാരുടെ തല താഴ്ന്നു പോയി. നന്ദി കൊണ്ടേ. ആ പൂവാലിനെ മുറിയിലോട്ട് കൊണ്ടുപോവാ. ഇറങ്ങി വാടാ. ഇനി പറ, കേരളത്തിൽ എവിടെയൊക്കെ താൻ ചാത്തനേറ് നടത്തിയിട്ടുണ്ട്? അത് പറയുന്നതിന് മുമ്പ് ഞാനൊരു കവിതയല്ല സാർ. കവിതയോ? ഉവ്വ്. ഞാൻ ആ കവിത ചൊല്ലുമ്പോ സാറ് ചിലപ്പോ ഞെട്ടും. ഞാൻ ഇന്നലെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരാത്മാവിനോടാണ് സംസാരിച്ചതെന്ന് പറഞ്ഞപ്പോ സാറ് വിശ്വസിച്ചില്ലല്ലോ. ഇന്നലെ രാത്രിയിൽ അതേ ആത്മാവ് സാറിന്റെ കിടപ്പുമുറിയിലുണ്ടായിരുന്നു. ബാലകൃഷ്ണ, പിന്നെയും നീ നോൺസെൻസ് സംസാരിച്ചാൽ ഞാൻ കടുത്ത രീതിയിൽ പ്രതികരിക്കും. ആകാശച്ചെരുവിലാരോ ഗുരുതിക്കിണ്ണം തട്ടിമറിച്ചു. കാലക്കെടുതിയിലെന്നോ ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി. പൊട്ടിപ്പോയൊരു പട്ടച്ചരടും കിട്ടാപ്പൊന്നിൻ പത്തര മാറ്റും. മർത്യൻ തന്നെ വ്യർത്ഥതയോതും സർവം സഹയാം ഭൂമി ദേവിക്കെന്നും എന്നും ശരശയ്യ ശരശയ്യ ശരശയ്യ. സാർ, പോലീസ് മേളയുടെ ഡേറ്റ് അറിയിപ്പിച്ച ഞാനും വരാം സാർ. സാർ ഇത് സ്റ്റേജിൽ പാടുന്ന എനിക്കും കാണണം. സോമ, ഇവനെ ഇന്നലെ രാത്രി ലോക്കപ്പ് നിറക്കി വിട്ടോ? ഇല്ല സാർ. ഭാര്യ എത്ര എതിർത്താലും സാർ ഇനിയും കവിത എഴുതണം. സാറിന്റെ നെറ്റിയിലുള്ള ഈ മുറിവ് അത്യന്താധുനിക കവിതയ്ക്ക് കിട്ടിയ ചെറിയൊരു അടിയാണെങ്കിലും സാറ് പിന്മാറണം. പിന്നെ ഭാര്യയും കുറ്റം പറയാനൊക്കത്തില്ല.
സാറ് പ്രകോപിപ്പിച്ചോണ്ടല്ലേ സാറിനെ അവർ പിടിച്ച് തള്ളിയത്. മുറിവിന് ആരം കൂടുതലുണ്ടോ സാർ? Shut up. എന്താണ് ഭഗവാൻ ഇതൊക്കെ? സാർ ഇനിയെങ്കിലും ഇത് വിശ്വസിക്കണം. എന്റെ കൂടെയുള്ള ആത്മാവിന്റെ ശരീരത്തെ ആരോ ആക്രമിച്ച് നശിപ്പിച്ചാണ്. ആ അക്രമിയെ കണ്ടുപിടിക്കാൻ സാറിന്റെ സഹായം ഞങ്ങൾക്ക് വേണം. സത്യം പറ, എന്റെ കവിത താൻ എവിടുന്ന് കണ്ടു? ഇന്നലെ രാത്രിയിൽ വീട്ടിലിരുന്ന് സാർ എഴുതിയ കവിത ലോക്കപ്പിൽ കിടന്നുകൊണ്ട് ഞാനെങ്ങനെ കാണാനാ? ആദർശനായ എന്റെ സുഹൃത്താണ് എല്ലാം കണ്ടത്. ആൻ ഇൻവിസിബിൾ മാൻ ക്യാൻ ഗോ എനിവെയർ ആൻഡ് സീ എവറിത്തിങ്. സാറിന് സംശയം ഉണ്ടെങ്കിൽ തെളിവ് ഇനിയും തരാം. സാറിന്റെ നെറ്റിയിലെ ഈ മുറിവ് കണ്ട് സാറിന്റെ ഭാര്യ അന്താളിച്ചതും മാപ്പ് പറഞ്ഞതും പിന്നീട് കോംപ്രമൈസ് ആയി കട്ടിലിൽ ഒരുമിച്ച് ഒരു 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 സാറ് പേടിക്കൊന്നും വേണ്ട. നമ്മുടെ പ്രേതം ആള് മാന്യനായതുകൊണ്ട് ബാക്കി കാണാൻ നിന്നില്ല. മൈ ഗോഡ്, എവിടെ ഉണ്ടോ തന്റെ പ്രേതം? ഇടിച്ച് ഞാൻ അവന്റെ... ഇവിടെ തന്നെ ഉണ്ട്. എവിടെ? ദാ ഇവിടെ. സത്യമാണോടോ ഇതൊക്കെ? സത്യമാണ് സാർ. അപ്പോ അയാളെന്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ടെന്നാണോ? ദേ വടി വടി പോലെ മുമ്പിൽ തന്നെ നിപ്പുണ്ട്. ഇപ്പൊ സാർ അവന്റെ ശരീരത്തിൽ സ്പർശിച്ചു കഴിഞ്ഞു. ഇപ്പൊ സാറ് വയറ്റിലാണ് കുത്തിയത്. അയ്യോ. ആ, അത് വടി നെഞ്ചിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നെഞ്ചിലെത്തി, അതിപ്പോ കഴുത്തിന്റെ ഭാഗത്ത് എത്തിക്കഴിഞ്ഞു. ഇപ്പൊ സാറ് വടി കൊണ്ട് കുത്തി അവന്റെ വായിലാണ്. കണ്ണ് 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 കണ്ണിക്കുത്തല്ലേ, കണ്ണിക്കുത്തല്ലേ. അയ്യോ സാർ, നെറ്റി നെറ്റി നെറ്റി. സാർ, ഓർഡർ പ്ലീസ്. ആ, അതിനുണ്ട് ചായ കൊണ്ടുവാ. ഓ. തന്റെ ഫ്രണ്ട് എങ്ങനെയാ, ചായ ഒക്കെ കുടിക്കുക? നിവർത്തിയില്ലല്ലോ സാർ. ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞുകൊണ്ടും അതിന്റെ പ്രോപ്പർ ചാനൽ കൂടിയും ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇതൊരു ഉട്ടോപ്പിയൻ കേസാണ്. ഒരു പ്രേതം വന്ന് തെളിവ് നൽകുക, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കൊലപാതകയെ പിടിക്കാൻ പോവുക. എന്നെ എല്ലാവരും മണ്ടെന്ന് വിളിക്കില്ലേ? ഇത് തന്നെ മതി ഈ അടുത്ത ട്രാൻസ്ഫറിന്. എന്നാലും ഞാനിതിലൊരു ത്രില്ല് കാണുന്നുണ്ട്. ഇനി ക്ലൂസ് ഒക്കെ പറ. ആരാണ് കൊലപാതകി? എവിടെയാണ് കൊലപാതകി? ഇത് രണ്ടും അറിഞ്ഞൂടാ. ഞാനവനെ കണ്ടതല്ലേ. കണ്ടതുകൊണ്ട് എന്ത് പ്രയോജനം? അയാളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞൂടല്ലോ. എന്താ പറയുന്നത്? അയാളെ കണ്ടിട്ടുണ്ടെന്ന് പറയായിരുന്നു. ആ, കണ്ടാൽ എങ്ങനെ ഇരിക്കുന്നു ചോദിക്ക്. ആള് കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ? എന്നെ പോലെ ഇത്തിരി എടുപ്പൊക്കെ ഉള്ള ആളാണോ? എന്താ എന്താ? അല്ല, സാറിന്റെ അത്ര എടുപ്പില്ല എന്ന് പറയാ. എന്നാലും എങ്ങനെ ഇരിക്കുന്നു ചോദിക്ക്. അല്ല അല്ല ഇയാളല്ല. അല്ല 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 ഇവൻ തന്നെ. ഇവൻ തന്നെ. ഇസ് ഇറ്റ്? യെസ്. ലൈറ്റ്. ആരാടോ ഇവൻ? ബെഞ്ചമിൻ ബ്രൂണോ, ഏജ് 36, എ നൊട്ടോറിയസ് ക്രിമിനൽ. സാർ, ഇവനൊരു കേസിൽ പെട്ട് ഇപ്പോഴിവിടുത്തെ സബ് ജയിലിലുണ്ട്. ഇതിപ്പോ ഏത് കേസിന്റെ കാര്യമാ സാർ അന്വേഷിക്കുന്നത്? ഇതൊരു പ്രത്യേകതരം കേസാ. സാധാരണ ഓഫീസേഴ്സ് ഒന്നും പരീക്ഷിച്ചിട്ടില്ലാത്തൊരു പുതിയ പരീക്ഷണം. ആട്ടെ, ഏത് കേസിലാണ് അവന് പകത്ത് കിടക്കുന്നത്? കുഞ്ചക്കര മാമച്ചമ്പത കേസ്. ഒരാഴ്ച ഇതിനകത്താ. വലിയ കാര്യമൊന്നുമില്ല. ഒത്തിരി മാന്യന്മാര് അവന്റെ ബെയിലിന് വേണ്ടി പുറത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒന്നാന്തരം വക്കീലുമാര് തലങ്ങും വിലങ്ങും കേസ് വാദിക്കും. ഒടുക്കം പുഷ്പം പോലെ ബ്രൂണോ തടി തപ്പും. അതാ പതിവ്. ആ, സെല്ലിന് പുറത്തുനിന്ന് സംസാരിച്ചാ പോരെ? അകത്താണ് സൗകര്യം. അത് ഞാനങ്ങനെ പേടികളുടെ ടൈപ്പൊന്നുമില്ല. എവിടെയാണ് തുറക്കണം? എണീക്കടാ, എണീക്കാൻ. ബെഞ്ചമിൻ ബ്രൂണോ അല്ലേ? നീ ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ആണെന്ന് ഞാൻ കേട്ടു. ഞാനൊരു നൊട്ടോറിയസ് പോലീസ് ഇൻസ്പെക്ടറാണ്. 1992 ജനുവരിയിലെ ഒരു തണുത്ത സായാഹ്നം, നഗരവീഥിയിലെ ഒരു ട്രാഫിക് ജംഗ്ഷനിൽ ഗ്രീൻ സിഗ്നൽ കാത്തുകിടക്കുന്ന ഒരു കാർ. പെട്ടെന്ന് അടുത്ത ട്രാക്കിൽ സഡൻ ബ്രേക്ക് ഇട്ട് വന്നു നിൽക്കുന്ന ഒരു ചുവന്ന വാൻ. അതിന്റെ ഒരു വശത്തെ ഡോറിന്റെ ഗ്ലാസ് താഴുന്നു. അതിലൂടെ കാറിലിരിക്കുന്ന മനുഷ്യനെ ലക്ഷ്യം വെച്ച് ഒരു റിവോൾവർ പ്രത്യക്ഷപ്പെടുന്നു. കാറിലിരിക്കുന്ന മനുഷ്യൻ ഞെട്ടലോടെ കാർ മുമ്പോട്ട് പായിക്കുന്നു. വാൻ പിന്തുടരുന്നു. ചേസ്. ഒടുവിൽ ആക്സിഡന്റ് ആണെന്ന് വരുത്തി തീർക്കും മട്ടിൽ ആ പാവം മനുഷ്യനെ ഇടിച്ചു കൊല്ലുന്നു. മരിച്ചത് എബി മാത്യു, കൊന്നത് ബെഞ്ചമിൻ ബ്രൂണോ. എതിർക്കാനോ നിഷേധിക്കാനോ പുറപ്പെടണ്ട. എത്രയും പെട്ടെന്ന് കുറ്റം സമ്മതിച്ചാൽ കിട്ടാനുള്ള ശിക്ഷ ഏറ്റുവാങ്ങി ഇനിയുള്ള കാലം നിനക്ക് സുഖമായി കഴിഞ്ഞുകൂടാ. പറ, ഇതെല്ലാം സത്യമല്ലേ? പറയടാ.
എന്നെ അധികം മെനക്കെടുത്തരുത്. പറയാൻ പറഞ്ഞില്ലെങ്കിൽ എന്താ സാറേ കാണിച്ചത്? റുണ റുണ ഹീസ് അൺകോൺഷ്യസ്. എന്റെ കൈക്ക് ഇത്ര കരുത്തുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു ആംബുലൻസ് വിളിക്കും.